വൺ പ്ലസിൻ്റെ അപ്കമിങ് ഫോണായ വൺ പ്ലസ് 10 Pro ലീക്ക് ആയിരിക്കുകയാണ്. വൺ പ്ലസിൻ്റെ തന്നെ അപ്കമിങ് നോഡ് ഫോണായ വൺ പ്ലസ് നോഡ് N20 എന്ന് പറഞ്ഞ ഫോൺ ലീക്ക് ആയിരിക്കുകയാണ്. മോട്ടറോളയുടെ അടുത്ത ഫ്ലാഗ്ഷിപ്പായ മോട്ടറോള എഡ്ജ് 30 അൾട്ര ലീക്ക് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മെയിൻ ന്യൂസിലോട്ട് കൊടുക്കണമെന്ന് മുമ്പ് നമുക്ക് കുറച്ച് ലോഞ്ചസ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് വൺ പ്ലസ് നോഡ് 2ൻ്റെ പാക്മാൻ എഡിഷനാണ്. ഇതിൽ എന്താണ് വ്യത്യാസം എന്ന് നോക്കിയാൽ അതിലെ ബാക്ക് പാനൽ തന്നെയാണ്. ബാക്ക് പാനൽ നമുക്ക് സാധാരണ ഒരു വൺ പ്ലസ് നോഡ് ഫോൺ പോലെ തോന്നുമെങ്കിലും കുറച്ചുകൂടെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക് പാനലാണ് നമുക്കിത് ലഭിക്കുന്നത്. കാരണം ഇത് ഒരു ഗ്ലോ ഇൻ ദ ഡാർക്ക് പാറ്റേൺ ആണ്, അതായത് ഇരുട്ടിൽ ഈ ഒരു സംഭവം തിളങ്ങുന്നതായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ വില ഇപ്പോൾ കാണുന്നതാണ്. ഇത് വൈകാതെ അവൈലബിൾ ആവുന്നതാണ് വാങ്ങിക്കാൻ നമുക്ക്. അടുത്ത ലോഞ്ച് വന്നിട്ട് സാംസങ് ഗാലക്സി A03 കോറാണ്. സാംസങ്ങിൻ്റെ ഗാലക്സി A സീരീസിലെ ഏറ്റവും വില കുറഞ്ഞ ഫോൺ തന്നെയാണിത്. ഈ ഫോണിൻ്റെ കാര്യം അധികം അങ്ങോട്ട് പറയാനൊന്നുമില്ല. സാധാരണ ഒരു സാംസങ്ങിൻ്റെ ഒരു എൻട്രി ലെവൽ ഫോൺ പോലെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒരു നോച്ചുള്ള 6.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ, യൂണിസോക്കിൻ്റെ ഒരു ചിപ്സെറ്റ് SC9683 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഒരു 5 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ ബാക്ക് ക്യാമറ, 5000 mAh ബാറ്ററി, ഇതൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഫോൺ അനൗൺസ് ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. വൈകാതെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് കടകളിലോട്ട് വരുമ്പോൾ നമുക്ക് പ്രൈസ് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അടുത്ത ലോഞ്ചുള്ളത് ഇൻഫിനിക്സ് നോട്ട് 11i ഇൻഫിനിക്സ് ഹോട്ട് 11 Pro ആണ്. ഇത് രണ്ടും ആഫ്രിക്കയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇൻഫിനിക്സ് നോട്ട് 11i നമുക്ക് ലഭിക്കുന്നത് മീഡിയയുടെ ഹീറോ G85 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. നമുക്ക് ഹോട്ട് 11 Pro നോക്കുകയാണെങ്കിൽ മീഡിയയുടെ ഹീറോ G35 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. വൈകാതെ ഇന്ത്യയിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഫോണുകളെ പറ്റി കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ നമ്മുടെ മെയിൻ ന്യൂസിലോട്ട് കൊടുക്കാം. അത് വൺ പ്ലസ് 10 Proയെ പറ്റിയാണ്. വൺ പ്ലസ് 10 Pro ലീക്ക് ആയിരിക്കുകയാണ്. ഇപ്പോൾ കാണുന്നതാണ് വൺ പ്ലസ് 10 Proയുടെ ഡിസൈൻ. ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡിഫറൻ്റ് ആയിട്ടെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്യാമറ അറയാണ് നമുക്കിത് ലഭിക്കുന്നത്. ക്യാമറ അറ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഒരു ഡിസൈൻ എലമെൻറ്റ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഏറെക്കുറെ ഒരേപോലെ തന്നെയാണ്. കഴിഞ്ഞ കൊല്ലത്തെ വൺ പ്ലസ് ഫോണുകൾ പോലെ തന്നെയാണ് ഈ കൊല്ലത്തെ വൺ പ്ലസ് ഫോണുകളിലൊക്കെ കാണുന്ന പോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ കാണുന്ന ഒരു പഞ്ച് ഹോളുള്ള ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു ലീക്കിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു CAD റെൻഡേഴ്സിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഫോൺ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആയിരിക്കും. അത് മിക്കവാറും ഒരു 120 ഹെർട്സിൻ്റെ 2K ഡിസ്പ്ലേ തന്നെയായിരിക്കും. നമ്മൾ വൺ പ്ലസ് 9 Proയിലും ഒക്കെ കണ്ട പോലത്തെ ഒരു ഡിസ്പ്ലേ തന്നെയായിരിക്കും അത്. പക്ഷേ കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് ഡിസ്പ്ലേ ആയിരിക്കും. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഈ ഫോണിൽ എന്തായാലും ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അതെന്ന് വെച്ചാൽ ഇതിലെ ചിപ്സെറ്റാണ്. നമുക്ക് എന്തായാലും അറിയാം ക്വാൾകോമിൻ്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് തന്നെയായിരിക്കും നമുക്ക് വൺ പ്ലസ് 10 Proയിൽ ലഭിക്കാൻ പോകുന്നത്. സ്നാപ്ഡ്രാഗൺ 898 അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 1 എന്ന് പറഞ്ഞ ചിപ്സെറ്റ്. ഇതിൻ്റെ ന്യൂസ് വൈകാതെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ പറയാം ഈ ഒരു പേരിൻ്റെ കാര്യം. പിന്നെ പറയാനുള്ള ഈ ഒരു ഫോൺ നമുക്ക് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു റെൻഡേഴ്സിൽ നിന്ന് തന്നെ ഇത് മനസ്സിലാവുന്നതാണ്. പിന്നെ നമുക്ക് ഒരു 5000 mAh ബാറ്ററി ഉണ്ട്. വേറൊരു റൂമറുണ്ട് അതിൻ്റെ കൂടെ 125 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആയിരിക്കും നമുക്കിത് ലഭിക്കാൻ പോകുന്നത് എന്നൊക്കെ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം വൺ പ്ലസ് 10 Proയ്ക്ക് വേണ്ടി. കൂടുതൽ ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക ന്യൂസ് അത് തന്നെ അറിയാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത ന്യൂസും വൺ പ്ലസിനെ പറ്റി തന്നെയാണ്. ഇതും നമ്മൾ ഇപ്പോൾ കണ്ട പോലത്തെ ഒരു ന്യൂസാണ്. CAD റെൻഡേഴ്സ് ഇറങ്ങിയിരിക്കുകയാണ് വൺ പ്ലസ് നോഡ് N20യെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ മെയിനായിട്ട് ആ ഡിസൈനിൻ്റെ കാര്യത്തിൽ നമുക്ക് 2 എലമെൻറ്റ്സാണ് എടുത്തു നിൽക്കുന്നത്. അതിൽ ആദ്യത്തേത് ആ ഒരു എഡ്ജസ് ആണ്. ഇത് തവണ നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ഐഫോണിലൊക്കെ കണ്ട പോലത്തെ ഒരു ഫ്ലാറ്റ് എഡ്ജസ് ആണ്. ഐഫോണിൽ മാത്രമല്ല വൺ പ്ലസ് ഇതിനു മുമ്പ് ഇതേ ഒരു ഡിസൈൻ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടുണ്ട് വൺ പ്ലസ് Xൽ. അപ്പോൾ അതുപോലത്തെ ഒരു ഡിസൈൻ ലാംഗ്വേജാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഐഫോൺ ഇതേപോലെ ഫ്ലാറ്റ് ഡിസൈനിലോട്ട് തിരിച്ച് വന്നുകൊണ്ട് തന്നെ ബാക്കിയുള്ള മാനുഫാക്ചേഴ്സും അതിൻ്റെ പാതയിലോട്ട് വരികയാണ്. ഷവമി ഓൾറെഡി അങ്ങനത്തെ ഫോണുകൾ ഇറക്കി കഴിഞ്ഞു. ഇപ്പോൾ വൺ പ്ലസും അതേ ഒരു ഡിസൈനിലോട്ട് വരികയാണ്. ഒപ്പോ ഷവമിക്ക് മുമ്പേ ഇറക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഫോണുകളൊക്കെ ഇതേപോലെ തന്നെ ആയിരിക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക. നോക്കാം. അപ്പോൾ പിന്നെ എടുത്ത് പറയാനുള്ളത് ഈ ഒരു ക്യാമറ അറയുടെ കാര്യമാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ക്യാമറ അറയാണ്. പക്ഷേ ക്യാമറ സെറ്റപ്പ് 5 പൈസക്കുള്ള എന്നാണ് തോന്നുന്നത്. കാരണം നമുക്കിതിൽ അൾട്രാ വൈഡ് ക്യാമറ കിട്ടുന്നില്ല എന്നാണ് റൂമർ ഉള്ളത്. ഒരു 48 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ ക്യാമറകളുമാണ് ഈ ഫോണിൽ ലഭിക്കാൻ പോകുന്നതാണ് എന്നാണ് ഇപ്പോഴത്തെ റൂമർ. അധികം അങ്ങോട്ട് ആശ്ചര്യപ്പെടാനൊന്നുമില്ല. കാരണം ഇപ്പോൾ റിയൽമി അവരുടെ ഒട്ടുമിക്ക ഫോണുകളിലും ഇപ്പോൾ ഇറങ്ങിയ പുതിയ ഫോണുകളിൽ 8i ആയാലും റിയൽമി 8sലൊക്കെ ഒരു അൾട്രാ വൈഡ് തന്നെ എടുത്തു കളഞ്ഞു. അതുപോലെ തന്നെ വൺ പ്ലസും ഇപ്പോൾ ഫോളോ ചെയ്യാൻ പോവുകയായിരിക്കും, ഒപ്പോയും. കാരണം എല്ലാം കൂടെ ഒരു കമ്പനി തന്നെയാണല്ലോ. ഇനി ഈ ഫോണിൻ്റെ ബാക്കിയുള്ള റൂമേർഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു 6.43 ഇഞ്ചിൻ്റെ AMOLED
ഡിസ്പ്ലേ ആയിരിക്കും. മിക്കവാറും അത് നമ്മൾ വൺ പ്ലസിൻ്റെ ബാക്കിയുള്ള ഫോണിൽ കണ്ട പോലെ തന്നെ ഒരു 90 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ തന്നെയായിരിക്കും. ഒറിജിനൽ നോഡിലായാലും നോഡ് 2-ലായാലും എല്ലാത്തിലൊക്കെ ഒരു 90 ഹെർട്സിൻ്റെ OLED ഡിസ്പ്ലേ ആണ് അവർ കൊടുക്കുന്നത്. അത് തന്നെയായിരിക്കും ഇതിലും മിക്കവാറും കാണാൻ പോകുന്നത്. ഈ ഫോൺ പവർ ചെയ്യുന്നത് സ്നാപ്ഡ്രാഗൺ 695 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആയിരിക്കും എന്നാണ് ഇപ്പോൾ റൂമർ ഉള്ളത്. അതും ഉറപ്പില്ല, നോക്കാം. ഇതൊക്കെയാണ് ഈ ഫോണിനെ പറ്റിയുള്ള ഇപ്പോഴത്തെ ലീക്ക്. ഇപ്പോൾ കണ്ടത് ഫോണ് കാണാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഈ 2 ലീക്കുകളും കൊണ്ടുവന്നിരിക്കുന്നത് ഓൺ ലീക്സ് എന്ന് പറഞ്ഞ ലീക്കാണ്. ആളുടെ ട്രാക്ക് റെക്കോർഡൊക്കെ കറക്റ്റ് തന്നെയാണ്. മിക്കവാറും പറയുന്ന പോലെ തന്നെയാണ് ഫോണുകളൊക്കെ ലോഞ്ച് ചെയ്തതും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡിസൈനിൽ കുറച്ചുകൂടി അങ്ങോട്ട് വിശ്വസിക്കാം. ഇങ്ങനെ തന്നെ ആയിരിക്കും വൺ പ്ലസിൻ്റെ 10 പ്രോയും നോഡ് N20 ഒക്കെ വരാൻ പോകുന്നതെന്ന്. നമുക്കെന്തായാലും വൺ പ്ലസ് നോഡ് N20ക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്യാം. മിക്കവാറും ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, നോക്കാം. നമ്മുടെ അടുത്ത ന്യൂസ് വന്നിട്ട് മോട്ടറോള എഡ്ജ് 30 അൾട്രയെ പറ്റിയാണ്. ഇതും ഒരു CAD റെൻഡറിൻ്റെ ലീക്കാണ്. ഇതും ലീക്ക് ചെയ്തിരിക്കുന്നത് ഓൺ ലീക്സ് എന്ന് പറഞ്ഞ ലീക്കർ തന്നെയാണ്. അധികം അങ്ങോട്ട് എടുത്ത് പറയാനുള്ള ഡിസൈനൊന്നും നമുക്കിതിൽ കാണാൻ സാധിക്കുന്നില്ല. സാധാരണ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു ജനറൽ അല്ലെങ്കിൽ ജനറിക് ഡിസൈനായിട്ട് തന്നെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. എടുത്ത് പറയത്തക്ക എലമെൻറ്റ്സ് ഒന്നുമില്ല. ഒരു ട്രിപ്പിൾ ക്യാമറ അറേ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ സാധാരണ ഒരു മോട്ടറോള ഫോൺ പോലെ കാണാനുമുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഈ ഫോൺ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു 144 ഹെർട്സിൻ്റെ OLED ഡിസ്പ്ലേ ആണ്. ഒരു 6.6 ഇഞ്ചിൻ്റെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ തന്നെയാണത്. പിന്നെ ഈ ഫോൺ ഒരു ഫ്ലാഗ്ഷിപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ലഭിക്കാൻ പോകുന്നത് സ്നാപ്ഡ്രാഗൺ 898 അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 1 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആയിരിക്കും നമുക്കിത് ലഭിക്കാൻ പോകുന്നത്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ക്യാമറയാണ്. നമുക്ക് 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ ഉണ്ട്, 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറ ഉണ്ട്, പിന്നെ ഒരു 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ക്യാമറ ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ 60 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ നമുക്കിത് ലഭിക്കുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിലുള്ള ലീക്ക് എന്ന് വെച്ചാൽ 5000 mAh ബാറ്ററിയും 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും എന്നാണ്. ഈ ഫോൺ മിക്കവാറും ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യുമെന്നാണ് തോന്നുന്നത്. കാരണം എഡ്ജ് 20 സീരീസിലെ ഫോണുകളൊക്കെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സെയിൽസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എഡ്ജ് 30 സീരീസിലെ ഈ ഒരു ഫോണും കൂടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ പ്രൈസിങ് കണ്ടിട്ട് നല്ല രീതിയിലുള്ള വലിയൊരു പ്രൈസിങ് തന്നെയായിരിക്കും എന്നാണ് തോന്നുന്നത്. ഇതിലെ ഫീച്ചേഴ്സും അതിലെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹെഡ്ലൈൻസൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ബാക്കിയുള്ള ന്യൂസാണ്. അതിൽ ആദ്യത്തേത് പറയാനുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വാവയുടെ കാര്യമാണ്. വാവ അവരുടെ ഫോണുകൾ ലൈസൻസ് ചെയ്യാൻ തുടങ്ങുകയാണ് എന്നാണ്. അപ്പോൾ ഈ ലൈസൻസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വാവ ഫോണുകൾ ഉണ്ടാക്കുന്നു, ഫോണുകൾ ഡിസൈൻ ചെയ്യുന്നു, ഫോണുകൾ വിൽക്കുന്നു. പക്ഷേ ഇവർ ഡിസൈൻ ചെയ്യുന്ന ഫോണുകൾ ബാക്കിയുള്ള മാനുഫാക്ചേഴ്സിന് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. അതാണ് ഇപ്പോൾ ലൈസൻസിങ് എന്ന രീതിയിൽ വന്നിരിക്കുന്നത്. അതായത് വാവ ഒരു ഫോൺ ഉണ്ടാക്കുകയാണെങ്കിൽ അതേ ഫോൺ തന്നെ വേറൊരു മാനുഫാക്ചറർ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് വേറൊരു പേരിൽ, അവരുടെ പേരിൽ, അതായത് ഇപ്പോൾ നോക്കിയ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ് വാവയുടെ ഡിസൈൻ ലൈസൻസ് ചെയ്യുന്നത് വെച്ചാൽ വാവ ഒരു പുതിയ വാവ P40 Pro എന്ന് പറഞ്ഞ ഫോൺ ഇറക്കിയിട്ടുണ്ടെങ്കിൽ നോക്കിയ വേറൊരു പേരിൽ അതേ ഫോൺ ഇറക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള മാനുഫാക്ചേഴ്സിന് പ്ലേ സ്റ്റോറിൻ്റെ ഒരു അവൈലബിലിറ്റി ഉണ്ടാവുമെന്ന് തന്നെയാണ്. അതായത് വാവയെ ഡയറക്റ്റായിട്ട് മാനുഫാക്ചർ ചെയ്ത് കൊടുത്തില്ലെങ്കിലും ബാക്കി ആ ഡിസൈൻ മാത്രം വാവയുടെ നിന്ന് എടുത്തിട്ട് ബാക്കി ഫോണുകൾ ഉണ്ടാക്കുന്നു. നല്ലൊരു പദ്ധതിയാണ്. കിടിലം ഫോണുകളാണ് വാവയുടെ. ഈ ഒരു ലൈസൻസിങ് എന്ന് പറഞ്ഞ കാര്യം അവർ ഓൾറെഡി ചെയ്യുന്നുണ്ട്. TD Tech എന്ന് പറഞ്ഞൊരു കമ്പനിയുമായിട്ട്. TD Tech എന്ന് പറഞ്ഞാൽ നോക്കിയും വാവയും തമ്മിലുള്ളൊരു ജോയിൻറ്റ് വെഞ്ചറാണ്. അപ്പോൾ TD Tech ഫോൺ ഒരെണ്ണം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, TD Tech N8 Pro എന്ന് പറഞ്ഞിട്ട്. ഈ TD Tech N8 Pro എന്ന് പറയുന്നത് വാവയുടെ Nova 8 Pro എന്ന് പറഞ്ഞ ഫോൺ തന്നെയാണ്. ജസ്റ്റ് പേര് മാത്രം മാറ്റിയിട്ട് അങ്ങോട്ട് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി വാവയുടെ ഫോണുകൾ തന്നെ പല പേരിൽ ഇനി വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം ഇന്ത്യയിലോട്ട് ഇതിലേതെങ്കിലുമൊക്കെ വരുമോ എന്ന്. ഷവമിയുടെ ഒരു പുതിയ ഫോൺ ലീക്കായിരിക്കുകയാണ്, ഷവമി 12 mini. ഷവമിയുടെ 12 സീരീസിലെ ഫോണുകൾ വരാൻ നിൽക്കുകയാണ്. Mi 11 അൾട്രയൊക്കെ കണ്ടു, അതിൻ്റെ അടുത്ത ഇറ്ററേഷനാണ്, അതല്ലെങ്കിൽ അതിൻ്റെ അടുത്ത സക്സസ്സറാണ് ഷവമി 12 സീരീസ്. അതിലെ ഒരു മിനി സീരീസ് ഫോണാണ് ഇപ്പോൾ ലീക്കായിരിക്കുന്നത്. അപ്പോൾ ഈ ഫോണിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു മിനി എന്ന പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ സൈസ് കുറച്ച് ചെറുതാണെന്നാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഉദ്ദേശിച്ചത്ര, അല്ലെങ്കിൽ ഒരു iPhone 13 മിനിയുടെ അത്രയൊന്നും ചെറിയ ഫോണല്ല. ഇതിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു 6.28 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ്. ഒരു 120 ഹെർട്സുള്ള AMOLED ഡിസ്പ്ലേ ആണ്. ചെറിയൊരു ഫോണാണെങ്കിൽ കൂടെ നമുക്കിത് ലഭിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 870 എന്നുള്ള ചിപ്സെറ്റാണ്. അതുകൊണ്ട് തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നമുക്കൊരു ഡൗട്ടും വേണ്ട. ഇനി ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു 108 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയാണ്, 20 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ഉണ്ട്, 5x സൂം ലെൻസ് ഉണ്ട്, 2x പോർട്രേറ്റ് ലെൻസ് ഉണ്ട്. കിട്ടില്ല ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ലഭിക്കുന്നത് 4200 mAh ബാറ്ററിയും 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങുമാണ് നമുക്ക് ലഭിക്കുന്നത്. 50 വാട്ടിൻ്റെ വയർലെസ് ഫാസ്റ്റ് ചാർജിങ്ങും ഇത് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിലൊരു കിടിലം ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ തന്നെയാണ്, ഒരു സ്മോളർ സൈസിൽ ലഭിക്കുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഈ ഒരു ഫോണിന് വേണ്ടിയിട്ട്.
സാംസങ്ങിൻ്റെ ഗാലക്സി എ സീരീസിലെ അടുത്ത ഫോണായ സാംസങ് ഗാലക്സി A33 ലീക്കായിരിക്കുകയാണ്. ഇതിൻ്റെയും C8 റെൻഡേഴ്സാണ് ലീക്കായിരിക്കുന്നത്. ഇതിന് ലീക്കാക്കിയിരിക്കുന്നത് ഓൺ ലീക്സ് എന്ന് പറഞ്ഞ ലീക്കറാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഈ ഫോൺ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ്. ഒരു വാട്ടർഡ്രോപ്പ് നോച്ചുള്ള AMOLED ഡിസ്പ്ലേ ആണ്. ബാക്കി അധികം സ്പെക്സ് ഒന്നും ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. ഈ ഒരു മെഷർമെൻറ്റ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ എടുത്തു പറയാനുള്ളത് ഇതിൽ നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് അവൈലബിൾ അല്ല. സാംസങ് അത് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഷവമിയുടെ അടുത്ത ഫ്ലാഗ്ഷിപ്പായ ഷവമി 12 അൾട്രയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു ലൈക്ക ക്യാമറ ആയിരിക്കും എന്നൊരു റിപ്പോർട്ടുണ്ട്. ലൈക്കയുടെ എക്സ്പെർട്സ് ഓൾറെഡി ഷവമി 12 അൾട്രയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുള്ളത്. നോക്കാം. സ്നാപ്ഡ്രാഗണിൻ്റെ അടുത്ത ചിപ്സെറ്റ് നമ്മളെല്ലാവരും വിചാരിച്ച് സ്നാപ്ഡ്രാഗൺ 898 എന്നായിരിക്കും പേരെന്നാണ്. കാരണം നമ്മൾ കഴിഞ്ഞ തവണ കിട്ടിയത് സ്നാപ്ഡ്രാഗൺ 888 ആണ്. അതിനു മുമ്പ് സ്നാപ്ഡ്രാഗൺ 865 അങ്ങനെ ഒരു 5 എന്നുള്ള പേരിലായിരുന്നു. 845, 835, 855, 865 അത് കഴിഞ്ഞിട്ട് 888 ആയി. ഇപ്പോൾ ഇനി നമ്മൾ വിചാരിച്ചത് 898 ആണ്. പക്ഷേ 898 ആയിരിക്കില്ല. സ്നാപ്ഡ്രാഗൺ 8 Gen 1 എന്ന പേരിലായിരിക്കും ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നാണ് ന്യൂസ് ഉള്ളത്. ഷവമി ഒഫീഷ്യലായിട്ട് TC എന്ന് തുടങ്ങിയിരിക്കുകയാണ്. റെഡ്മി നോട്ട് 11T എന്ന് പറഞ്ഞ ഫോൺ. ഈ നോട്ട് 11T എന്ന് പറഞ്ഞ ഫോൺ റെഡ്മി നോട്ട് 11 എന്ന പേരിൽ ചൈനയിൽ ലോഞ്ച് ചെയ്ത ഫോണാണ്. അപ്പോൾ ഇത് ഈ മാസം തന്നെ ലോഞ്ച് ചെയ്യാണ്. അതിൻ്റെ ലോഞ്ച് ഡേറ്റും അതിൻ്റെ പ്രൈസും ഇപ്പോൾ ലീക്കായിരിക്കുകയാണ്. നവംബർ 30 ഇതിൻ്റെ ലോഞ്ച് എന്നാണ് ഇപ്പോൾ ലീക്കായിരിക്കുന്നത്. പ്രൈസ് എന്ന് പറയുന്നത് 16,999 രൂപയും. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. ഈ ഒരു ഫോണിനെ പറ്റിയുള്ള ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ വൈകാതെ വരുന്നതായിരിക്കും. നമുക്ക് നോക്കാം. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ OP ന്യൂസിൻ്റെ എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാണ്ടായിരുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.